ശ്രീ ആന്റണി ചമ്മക്കുളത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം ഇത്തരത്തിലുള്ള പുതിയ സംവരണ സംവിധാനങ്ങളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അതിന്റെ ആനുകൂല്യം ലഭിക്കുന്ന വിഭാഗങ്ങൾക്ക് പൂർവ്വ കാലഘട്ടത്തിൽ എന്ത് ലഭിച്ചിരുന്നില്ല എന്നതിനെ ചൊല്ലിയല്ല, എന്ത് പുതിയതായിട്ട് ലഭിക്കും എന്നതിനെ ചൊല്ലിയാണ് പലപ്പോഴും വിമർശനങ്ങൾ ഉയരുന്നത്. അങ്ങ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള സംവരണത്തിന് വെളിയിൽ നിന്ന, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിലെ സിറോ മലബാർ സമുദായം, സിറോ മലങ്കര സമുദായം, ഈ മുന്നോക്കം എന്ന് പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള ക്രൈസ്തവ സമുദായം, ഹൈന്ദവ സമുദായത്തിലെ നായർ സമുദായം, ഈ നിലവിലുള്ള സംവരണത്തിന്റെ ഒരു അശാസ്ത്രീയത മൂലം, EWS സംവരണം വരുന്നതിന് മുമ്പ് നിലവിലുള്ള സംവരണത്തിന്റെ അശാസ്ത്രീയത മൂലം ഇവർ എന്തെല്ലാം പ്രതിസന്ധികളാണ് നേരിട്ടത്, പ്രത്യേകിച്ച് സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഇപ്പോൾ BT ബൽറാം അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജിന്റെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഈ VT ബൽറാമിന്റെ ഒരു വാചകമുണ്ട്. അതായത്, സവർണ ഹിന്ദു മുന്നോക്ക ക്രിസ്ത്യാനികളിൽ 2842 റാങ്കുകൾക്ക് വരെ ആദ്യ അലോട്ട്മെന്റിൽ തന്നെ സീറ്റ് നേടാനായി എന്ന് കാണാനാകും. അത് അത്ര വലിയൊരു പാതകമാണോ ശ്രീ ആന്റണി ചമ്പക്കുളം? കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ഒരു അറിവില്ലാതെ എന്തെങ്കിലും പറയുന്നതിന് വേണ്ടി പറയുന്ന ചിലർ പടച്ചുവിടുന്ന ചില വാർത്തകളാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നതും, അതുപോലെ തന്നെ ബഹുമാന്യനായ ഒരു രാഷ്ട്രീയ നേതാവ് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തത്. 30/7/2025 എൻട്രൻസ് എക്സാമിനേഷൻ കമ്മീഷണർ പുറപ്പെടുവിച്ച കാറ്റഗറി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആദ്യ അലോട്ട്മെന്റിൽ എത്ര ആളുകൾക്ക് വരെ, എത്ര കുട്ടികൾക്ക് വരെ MBBS-നും BDS-നും പ്രവേശനമുണ്ട് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് ഒരു ചാനലിലും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവും EWS വിഭാഗത്തിന് എന്തൊക്കെയോ കിട്ടുന്നു എന്നുള്ള തരത്തിൽ പ്രസ്താവന ഇറക്കി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത്. എനിക്കിങ്ങനെയുള്ളവരോട് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മറിച്ചു നോക്കണം. എന്താണ് സംവരണം, അല്ലെ എങ്ങനെയാണ് സംവരണം, എങ്ങനെയാണ് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്നൊക്കെ ചുമ്മാതെ സമയം കിട്ടുമ്പോൾ ഈ പ്രീണനം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ പറഞ്ഞു 2842 പേരാണ് EWS സംവരണം വഴി ഇത്തവണ MBBS-ന് പ്രവേശനം നേടിയതെന്ന് പറഞ്ഞു. ശുദ്ധ മണ്ടത്തരമാണ് ഈ എഴുന്നള്ളിച്ചവരെല്ലാം എഴുന്നള്ളിച്ചത്. കാരണം കേരളത്തിൽ 10% EWS സംവരണം അനുവദിച്ചത്. ആദ്യത്തെ 100 റാങ്കിൽപ്പെട്ട 3 EWS-കാരേ ഉള്ളൂ MBBS-ന്. അതുപോലെ തന്നെ 2842 പേരുടെ വിവരം പറഞ്ഞപ്പോൾ അതിലാകെ കിട്ടിയത് 163 പേർക്ക്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നോക്കണം, 9% സംവരണം ഈ എൻട്രൻസിനുള്ള അല്ലെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 100-ൽ 34 പേര് പ്രവേശനം നേടിയിട്ടുണ്ട്. 100-ലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും അവരുടെ എണ്ണം 916 വരെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാണ് പലരും വിലപിക്കുന്നതും പ്രലപിക്കുന്നതും. പക്ഷേ ഈ 916 പേരുടെ എണ്ണം പറഞ്ഞപ്പോൾ വന്ന മുസ്ലിമിന്റെ എണ്ണം 387 പേരാണ്. ഒന്നുകൂടെ ഓർത്തിരിക്കണം, 916 പേര് അവരുടെ റാങ്ക് ലിസ്റ്റിൽ 916-ാമത്തെ ആളെ വന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ 387 പേർക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മറ്റൊരു വിഭാഗം, ഈഴവ വിഭാഗം. മുസ്ലിമിന്റെ അത്രയും വന്നിട്ടില്ല, എന്നിരുന്നാൽ പോലും ആദ്യത്തെ 100-ൽ 11 പേർക്ക് അവിടെ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. മുന്നോട്ട് വന്നാൽ അവരുടെ റാങ്ക് 1627 ആകെ ഈ 1627 വരുമ്പോൾ 228 പേർക്ക് പ്രവേശനം ലഭിച്ചു. എന്തുകൊണ്ട്? ഈ 3 കാറ്റഗറി മാത്രം വേണ്ട, ഒന്നുകൂടെ എടുക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും കൂടെ നോക്കാം. 8% സംവരണമുള്ള പട്ടികജാതിക്കാരുടേത് റാങ്ക് ലിസ്റ്റ് 14,160. അങ്ങനെ നോക്കിയാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവേശനം നേടിയത് പട്ടികജാതിക്കാരാണെന്ന് ഇവർ പറഞ്ഞു കളയുമല്ലോ. അടുത്തത് പട്ടികവർഗത്തിന്റെ നോക്കിയാൽ അതിനും മുകളിലാണ്, 24,188. പക്ഷേ ആദ്യത്തെ 100-ൽ ഒരു പട്ടികവർഗക്കാരൻ പോലും ഇല്ല. ഇത്രയും വരെ വന്നിട്ടും ഈ പ്രവേശനം നേടിയ ആകെ പട്ടികവർഗത്തിന്റെ എണ്ണം എത്രയാണെന്നറിയാവോ? വെറും 33 പേരാണ് പട്ടികവർഗത്തിൽ നിന്ന് നേടിയത്. അതുപോലെ പട്ടികജാതിയിൽ നിന്ന് 200 പേര് എന്ന് പറയും പോലെ
EWS നിന്ന് ഈ സകല വിഭാഗങ്ങളിൽ നിന്ന് സംവരണരഹിത സമുദായങ്ങളിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഇത്രയും ഏറെ ആളുകൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് ആകെ കിട്ടിയത് 163 പേർക്കാണ്. വെറുതെ കണക്ക് നോക്കാതെ അതും ഇതുമൊക്കെ പറയുന്നവർക്ക് പറയാൻ എളുപ്പമുള്ള ഒരു കാര്യം നേരത്തെ അച്ഛൻ പറഞ്ഞായിരുന്നു. സവർണ ഹിന്ദുക്കളും മുന്നോക്ക ക്രിസ്ത്യാനികളും എന്ന ഒരു വാക്ക് ഉപയോഗിച്ച് ഇവിടുത്തെ സമൂഹത്തെ രണ്ടായി ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സംവരണം വരുന്നതിന് മുൻപ് മൊത്തത്തിൽ എടുത്താൽ ഇന്ത്യയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് എന്ത് കിട്ടിയിരുന്നു? ആദ്യത്തെ 10 വർഷത്തേക്ക് വേണ്ടി 1950 ആയിരത്തെ 10 വർഷത്തേക്ക് വേണ്ടി പട്ടികജാതി പട്ടികവർഗ സംവരണം കൊണ്ടുവന്നിട്ട് നീട്ടി ഇത്രയും കാലം വരെ വന്നു. 70 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു സാമ്പത്തിക സംവരണത്തിലേക്ക് വരാൻ. ഈ സാമ്പത്തിക സംവരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതേതാണ്ട് വലിയ പാതകമാണെന്ന് പറഞ്ഞ് അർഹതപ്പെട്ടവർക്ക് പോലും ഈ EWS സർട്ടിഫിക്കറ്റ് നൽകാതെ അവരെ ഈ സമുദായത്തിലെ അല്ലെ പൊതുവിഭാഗത്തിന്റെ പൊതുധാരയിൽ നിന്ന് പിന്നിലേക്ക് തള്ളിക്കളയാനാണ് ശ്രമിച്ചത്. ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ നിന്നുള്ള ആളുകൾ EWS സംവരണം വഴി കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ പ്രവേശിക്കുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ കുറവാണ്. കാരണം എന്താണെന്നറിയാവോ? പലയിടങ്ങളിലും യഥാസമയം അവർക്ക് സാക്ഷ്യപത്രങ്ങൾ ലഭിക്കാറില്ല. ഇവിടെ 2 പ്രശ്നങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, EWS സാക്ഷ്യപത്രത്തിന് സംസ്ഥാനത്തിനൊരു മാനദണ്ഡവും കേന്ദ്ര സർക്കാരിനൊരു മാനദണ്ഡവുമാണ്. ഞാനൊരു റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് തോന്നുന്ന കേരളത്തിൽ ആദ്യമായിട്ട് EWS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത, സംസ്ഥാന ആവശ്യത്തിന് വേണ്ടി ഇഷ്യൂ ചെയ്തതും അതുപോലെ കേന്ദ്ര ആവശ്യത്തിന് വേണ്ടി റിപ്പോർട്ട് നൽകിയ ഒരു വ്യക്തിയും ഞാനാണ് എന്ന് വിശ്വസിക്കപ്പെടുകയും അതിൻ്റെ ചില കാര്യങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയാം, കേരള മാനദണ്ഡം കേന്ദ്ര മാനദണ്ഡം ഈ 2 കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് വേണ്ട എന്ന് വയ്പ്പിക്കുന്ന ഒരു മനോഭാവം ചിലരുടെയെങ്കിലുമൊക്കെ മനസ്സിലിരിപ്പുണ്ട്. ഈ സാമ്പത്തിക സംവരണം ഇത് പൊളിച്ചടുക്കണം എന്ന് ചിന്തിക്കുന്ന ഇതുപോലുള്ള രാഷ്ട്രീയക്കാരും ചാനലുകാരും അതുപോലെ ഒരു പറ്റം ഉദ്യോഗസ്ഥരും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു സംശയം തന്നെയാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഒരു കാര്യം കൂടെ പറയാം, ഇനിയെങ്കിലും ഈ മാന്യന്മാരോട് പറയാനുള്ളത്, പ്ലീസ് പഠിച്ചിട്ടേ വിളിച്ചു പറയാവുള്ളൂ. കണക്കാണിത്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും, എല്ലാവരും ഇതിന്റെ പിന്നാലെ വരണമെന്നില്ല. എന്തെങ്കിലും കേട്ടു അത് സത്യമാണെന്ന് പറഞ്ഞു പോകുന്നത്. പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അരിയും തിന്ന് വീട്ടുകാരത്തെയും കടിച്ചു പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പെന്ന്. കഴിഞ്ഞ 70 വർഷമായിട്ട് സാമ്പത്തികമായിട്ടും സാമൂഹികമായും പിന്നോക്കം നിന്ന ഇന്നാട്ടിലെ ജനനം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ, ഈ പ്രമുഖ രാഷ്ട്രീയ നേതാവ് പറഞ്ഞതുപോലെ, സവർണ ജാതി തന്നെ ആയിക്കോട്ടെ അല്ലെ മുന്നോക്ക ക്രിസ്ത്യാനി തന്നെ ആയിക്കോട്ടെ, ജനിച്ചു പോയത് കൊണ്ട് അവൻ രക്ഷപ്പെടരുതെന്ന് പറയാനായിട്ട് ഇവിടെ ആർക്കും അവകാശമില്ല. അങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന വാക്കുകൾ ഉപയോഗിച്ച് സമൂഹത്തെ രണ്ടായി തിരിക്കുന്ന ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണക്ക് പഠിച്ചിട്ടേ കണക്ക് അവതരിപ്പിക്കാൻ വരാവുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണക്കാര് ഇത് നോക്കിയിരിക്കുക, അപമാനിതരായി പിന്നോക്കം പോകരുത്. ഓർക്കുക, ആകെ 163 പേർക്കാണ് EWSന്റെ പ്രയോജനം ഇവിടെ കിട്ടുന്നത്. അതേസമയം 387 പേർ മുസ്ലിം വിഭാഗത്തിൽ നിന്നും 228 പേർ ഈഴവ വിഭാഗത്തിൽ നിന്നും 200 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഇതിന്റെ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അവിടെ പട്ടികവർഗത്തിന്റെ റാങ്ക് ലിസ്റ്റ് 24,188 ആകുമ്പോൾ വെറും 38 പേരാണ് അതിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇവിടുത്തെ കണക്ക് നോക്കണം, കൃത്യമായിട്ട് പഠിക്കണം. വെറുതെ സമുദായങ്ങൾ തങ്ങളിലോ ജാതി തങ്ങളിലോ ആളുകൾ തമ്മിലോ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ടാകരുതേ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ചാനൽ റിപ്പോർട്ടേഴ്സും ശ്രമിക്കേണ്ടത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്.